നമസ്കാരം. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണങ്ങളിൽ വയനാട്ടിൽ ജനരോഷം ഇരമ്പുന്നു. പോളിന്റെ മൃതദേഹവുമായി വീടിന് മുന്നിൽ പ്രതിഷേധം. പുൽപ്പള്ളിയിൽ ജനപ്രതിനിധികൾക്ക് നേരെയും കുപ്പിയേറ്. വനം വകുപ്പിന്റെ വാഹനത്തിൽ പശുവിന്റെ ജഡം വെച്ച് പ്രതിഷേധം. തനിക്കെതിരെ പ്രതിഷേധിക്കുന്നത് SFI പോപ്പുലർ ഫ്രണ്ട് കൂട്ടുകെട്ടെന്ന് ഗവർണർ ആരിഫ്. നിലവിൽ അറസ്റ്റിലായതിൽ 7 പേർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. നിരോധിത സംഘടനയെ ഉപയോഗിച്ച് സർക്കാർ വേട്ടയാടുന്നുവെന്നും ആരോപണം. ഗവർണർക്ക് നേരെ തിരുവനന്തപുരത്ത് SFIയുടെ കരിങ്കൊടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള CPIM സ്ഥാനാർത്ഥി പട്ടികയിൽ ധാരണ. KK ശൈലജ, K രാധാകൃഷ്ണൻ, തോമസ് ഐസക് എന്നിവർ കളത്തിലേക്ക്. കൊല്ലത്ത് മുകേഷിനെയും പാലക്കാട് A വിജയരാഘവനെയും പരിഗണിക്കുന്നു. കോട്ടയത്ത് ഫ്രാൻസിസ് ജോർജ് UDF സ്ഥാനാർത്ഥിയാകും. കാസർഗോഡ് അമ്മയെയും ഭാര്യയെയും കൊലപ്പെടുത്തി 62കാരൻ ജീവനൊടുക്കി. മരിച്ചത് കാഞ്ഞങ്ങാട് സ്വദേശി സൂര്യപ്രകാശ്. അമ്മ ഗീത, ഭാര്യ ലീന എന്നിവർ. സാമ്പത്തിക പ്രശ്നങ്ങളെന്ന് പോലീസ്. വേനലെത്തും മുമ്പേ കേരളത്തിൽ അത്യുഷ്ണം. സംസ്ഥാനത്ത് താപനില ഉയരുന്നു. ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ യെല്ലോ അലർട്ട്. അതീവ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി. US മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് $355 മില്യൺ പിഴ ചുമത്തി ന്യൂയോർക്ക് കോടതി. നടപടി ബിസിനസ് വഞ്ചനാ കേസിൽ. ന്യൂയോർക്കിൽ വായ്പയ്ക്ക് അപേക്ഷിക്കുന്നതിൽ 3 വർഷം